നമസ്കാരം. ശുഭചിന്തകളിലേക്ക് സ്വാഗതം. ഒരു പഴയ ഇംഗ്ലീഷ് കഥ, കാരുണ്യത്തിന്റെ സൗരഭ്യം. ക്ഷീണിച്ച് തളർന്നു വന്ന പട്ടാളക്കാരനെ നഴ്സ് കിടക്കക്കരികിൽ കൊണ്ടു നിർത്തിയിട്ട് അവശനായി കിടക്കുന്ന വൃദ്ധ രോഗിയോട് പറഞ്ഞു, ഇതാ അങ്ങയുടെ മകൻ. പലതവണ ഇതാവർത്തിച്ചപ്പോൾ രോഗി സാവധാനം കണ്ണു തുറന്നു. ഹൃദയാഘാതത്തിന്റെ വേദന അറിയാതിരിക്കാനുള്ള മരുന്ന് വലിയ തോതിൽ കഴിച്ച് മയങ്ങിക്കിടന്ന വൃദ്ധന് യൂണിഫോമിട്ട സൈനികനെ കഷ്ടിച്ച് കാണാനേ കഴിഞ്ഞുള്ളൂ. വൃദ്ധൻ കൈനീട്ടി. അദ്ദേഹത്തിന്റെ ദുർബലമായ വിരലുകളെ ബലിഷ്ഠമായ വിരലുകൾ കൊണ്ട് പൊതിഞ്ഞ സൈനികൻ സ്നേഹത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും സന്ദേശം കൈയമർത്തി അറിയിച്ചു. കിടക്കക്കരിയിലിരിക്കാനായി സൈനികന് നഴ്സ് കസേര ഇട്ടുകൊടുത്തു. അരണ്ട വെളിച്ചം മാത്രമുള്ള വാർഡിൽ കട്ടിലിനരികെ രാത്രി മുഴുവൻ വൃദ്ധന്റെ കൈപിടിച്ച് സ്നേഹവും വിശ്വാസവും പകരുന്ന വാക്കുകൾ പറഞ്ഞ് പട്ടാളക്കാരനിരുന്നു. തെല്ല് വിശ്രമിക്കണമെങ്കിൽ മാറിയിരുന്നുകൊള്ളൂ എന്ന് ഇടയ്ക്കിടെ നഴ്സ് പറഞ്ഞിരുന്നു. പക്ഷേ അയാൾ മാറിയില്ല. വാർഡിലെത്തുമ്പോഴെല്ലാം നഴ്സ് അയാളെ ശ്രദ്ധിച്ചിരുന്നു. നഴ്സിന്റെ കാര്യം അയാൾ ഓർത്തതേയില്ല. ഓക്സിജൻ സിലിണ്ടറുകളുടെ മുഴക്കമോ രാത്രി ജോലിക്കാരുടെ പൊട്ടിച്ചിരിയോ മറ്റു രോഗികളുടെ ഞരക്കമോ ഒന്നും അയാൾ അറിഞ്ഞില്ല. ഇടയ്ക്കിടെ സാന്ത്വനത്തിന്റെ സ്നേഹമസൃണമായ വാക്കുകൾ പറഞ്ഞിരുന്നു. വൃദ്ധൻ ഉരിയാടിയിരുന്നില്ല. മകനെ മുറുകെ പിടിക്കുക മാത്രമാണ് ചെയ്തത്. പ്രഭാതമായപ്പോഴേക്കും വൃദ്ധന്റെ കണ്ണടഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവനറ്റ കൈ വേർപെടുത്തി നഴ്സിനെ കണ്ട് മരണം അറിയിച്ചു. തുടർന്ന് ആശുപത്രിയിൽ ചെയ്യേണ്ടതെല്ലാം നഴ്സ് ചെയ്യുമ്പോൾ അയാൾ ക്ഷമയോടെ കാത്തുനിന്നു. ഒടുവിൽ നഴ്സ് വന്ന് അയാളോട് ആശ്വാസവചനങ്ങൾ ഓതി. പട്ടാളക്കാരൻ പെട്ടെന്ന് ചോദിച്ചു, ആരാണ് അദ്ദേഹം? നഴ്സ് ഞെട്ടി. നിങ്ങളുടെ അച്ഛൻ? അല്ല, അദ്ദേഹത്തെ ഇതിനു മുമ്പ് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേയില്ല. എന്നിട്ട് ഞാൻ ആ കിടക്കക്കറിയിൽ കൊണ്ടുചെന്നപ്പോൾ അത് പറയാത്തതെന്ത്? പട്ടാളക്കാരൻ കാരണം വിശദീകരിച്ചു. ഞാൻ തുടക്കത്തിലേ തെറ്റ് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മകനെ വേണമെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. മകൻ ഇവിടെ ഇല്ല താനും. ഞാൻ മകനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം രോഗാവസ്ഥ കടുത്തെന്ന് മനസ്സിലായപ്പോൾ മകനെ ആവശ്യമായ അദ്ദേഹത്തിനരികിൽ ഞാനിരുന്നു. ഞാൻ വന്നത് മിസ്റ്റർ വില്യം ഗ്രേ എന്നയാളെ കാണാനാണ്. അദ്ദേഹത്തിന്റെ മകൻ യുദ്ധത്തിൽ മരിച്ചുപോയെന്ന വിവരം അറിയിക്കാൻ. ആട്ടെ, മരിച്ച ഈ ആളിന്റെ പേരെന്താണ്? നിറകണ്ണുകളോടെ നഴ്സ് പറഞ്ഞു, മിസ്റ്റർ വില്യം ഗ്രേ. മനുഷ്യ മനസ്സിലെ അസാധാരണ നന്മയുടെ കഥ. അപരിചിതനോട് കാരുണ്യം തോന്നി സ്വന്തം സുഖം പോലും പരിത്യജിച്ച് സമർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന അന്യാദൃശമായ രീതി. ഈയൊരു സാന്നിധ്യം പകർന്നു നൽകിയ സാന്ത്വനം ഒരുപക്ഷെ അന്തരിച്ചു പോയ യഥാർത്ഥ മകൻ നൽകുമായിരുന്ന സാന്ത്വന സ്പർശത്തേക്കാൾ 1000 മടങ്ങ് ഉദാത്തമല്ലേ? സ്വന്തം കടമ പോലും നിർവഹിക്കുന്നതിൽ ഉപേക്ഷ വിചാരിക്കുന്നവരുടെ സമൂഹത്തിലെ അനിതര സാധാരണമായ കാരുണ്യത്തിന്റെ കഥ. ദൂതൻ ദൈവദൂതനായ കഥ. ശുഭദിനാശംസകളോടെ സീരപാണി.